അതെ ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ചിക്കൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ ഡ്രൈ ചില്ലി ചിക്കൻ. സാധാരണ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എന്തോ ഗ്രേവി വെച്ചിട്ടോ എന്തെങ്കിലും ഒരു സാധനം അല്ലേ കിട്ടാറ്. ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് സാധനം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ലഞ്ചിൻ്റെ കൂടോ സാൻഡ്വിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടോ ഒക്കെ നമുക്ക് ഇത് പോകുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ അല്ലെങ്കിൽ ബോൺലെസ് 500 ഗ്രാം, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒരു 5 എണ്ണം, ഓണിയൻ 2 വലുത്, ടൊമാറ്റോ 1 എണ്ണം, ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, അതുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാപ്സിക്കം 1 വലുത്, ഗ്രീൻ ചില്ലീസ് 5 എണ്ണം, ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, ടർമറിക് 1 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ഓയിൽ ഒരു 5 ടേബിൾ സ്പൂൺ, പിന്നെ കൊറിയൻഡർ ലീവ്സ്, സോൾട്ട്, ഉപ്പ് നിങ്ങളുടെ പാകത്തിന് എടുക്കുക. പിന്നെ ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ബോൺലെസ് ചിക്കനാണ്. ഇപ്പം ബോണോട് കൂടിയുള്ള ചിക്കനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെന്താണെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക. വെന്തതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്യുക. അപ്പം ചൂടാറിയതിന് ശേഷം അത് ചൂടാറിയോ എന്ന് നോക്കണം നമ്മളെപ്പോഴും, ഇല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ചൂടാറിയതിന് ശേഷം കൈവച്ചോ ഫോർക്ക് വെച്ചോ അത് പിച്ച് കീറി മാറ്റി വെക്കുക. ഇപ്പോൾ എല്ല് വേണ്ടാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എല്ല് വേണ്ടാത്തവരാണെങ്കിൽ എല്ല് മാറ്റുക സെപ്പറേറ്റ് ആയിട്ട്. അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ലോ ഫ്ലെയിം മതി ആദ്യം നമ്മൾ വെക്കുമ്പോഴേ, ഇല്ലെങ്കിൽ ഒത്തിരി ചൂടാക്കരുത്. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്താ നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല. ചൂടായതിന് ശേഷം നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജിഞ്ചറും ഇട്ട് കൊടുക്കണം. ഓരോ തവണ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ചൂട് കൂടി പോകാൻ നോക്കണം ആദ്യം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആദ്യം തന്നെ അങ്ങ് വല്ലാണ്ട് മൊരിഞ്ഞിട്ട് കറുത്തു പോവും. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച ഗ്രീൻ ചില്ലി ചേർക്കാം. ഓരോ തവണ കഴിയുമ്പോൾ ഇളക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഇടാം. നീളത്തിലാണ് ഞാൻ ഈ ഓണിയൻ അരിഞ്ഞത്, അതാണ് കുറച്ച് കാണാൻ ഭംഗി. അപ്പം അങ്ങനെ അരിയാൻ ശ്രമിക്കുക. അതിനുശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ടർമറിക് ഇടാം. ചെറിയ ടീസ്പൂൺ മതിയോ. മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഇട്ട ശേഷം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. ഇല്ലെങ്കിൽ ഈ അരപ്പെല്ലാം കൂടെ അടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വല്ലാണ്ടായി പോകും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം, നിങ്ങളുടെ ഉപ്പിനും എരിവും. വേണമെങ്കിൽ പെപ്പറും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കന് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ കൂട്ടിനകത്തോട്ട്. കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത്, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും എരിവ് നല്ലതായിട്ട് ഇഷ്ടമുണ്ട്, കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിതിൽ. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 15-20 മിനിറ്റെങ്കിലും ഇളക്കണം. നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം.
അടിയിൽ പിടിക്കാണ്ട് പിന്നെ സൂക്ഷിക്കണം അത്. അതിനുശേഷം ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അത് കൈവശം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉള്ളവർ ചെയ്യുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അതിനുശേഷം ഒന്ന് ഇളക്കണം നന്നായിട്ട്. ഇനിയും കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിയണമല്ലോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ കുറച്ച് താമസമായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് നല്ലതായിട്ട് ബ്രൗണിഷ് ആവുന്നിടം വരെ. ബ്രൗൺ കളർ ഇപ്പോൾ വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പാകത്തിന് എടുക്കുകയും ചെയ്യാം. അതിനുശേഷം മല്ലിയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയോ പെറോട്ടയുടെ കൂടെയോ ലഞ്ചോ ഡിന്നറോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്രെഡൊക്കെ ഇഷ്ടമല്ലേ, അപ്പോൾ സാൻഡ്വിച്ചായിട്ട് വേണമെങ്കിൽ അതിനകത്ത് വെച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു അടിപൊളി ഡിഷാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.